ശ്രീ സായിരാം. രാമായണ കഥ ഭാഗം 7, അയോധ്യാകാന്ഡം. അതില് വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. വിച്ഛിന്നാഭിഷേകം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നടത്താൻ വയ്ക്കപ്പെട്ട അഭിഷേകം മുടങ്ങിപ്പോകുന്നതിനാണ് വിച്ഛിന്നാഭിഷേകം എന്ന് പറയുന്നത്. ഒരു ദിവസം ദശരഥ മഹാരാജാവ് കണ്ണാടി നോക്കിയപ്പോ താൻ വളരെ വൃദ്ധനായിരിക്കുന്നു എന്ന് മനസ്സിലായി. മാത്രവുമല്ല, അദ്ദേഹം കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് കൈ ഉയർത്തിയപ്പോൾ കൈ വല്ലാതെ വിറയ്ക്കുന്നു. അപ്പോൾ ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി ഞാൻ രാജ്യം ഭരിക്കുന്നത് ശരിയല്ല, എനിക്ക് പ്രായാധിക്യമായി. അപ്പോൾ കണ്ണും കാതും എല്ലാം തന്നെ വീക്കാവും അല്ലേ, അതിനെല്ലാം ബലം കുറയും. അതുകൊണ്ട് ഇനി എൻ്റെ മകന് രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് വാനപ്രസ്ഥം സ്വീകരിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ശ്രീരാമൻ ധർമ്മത്തിന്റെ ഉടലെടുത്ത മൂർത്തിയാണ്. പ്രജകൾക്ക് എല്ലാവർക്കും ശ്രീരാമൻ പ്രാണനെ പോലെ പ്രിയനാണ്. അപ്പൊ ശ്രീരാമനെ അടുത്ത ദിവസം ശുഭമുഹൂർത്തമുണ്ട്, ഇനി ഒട്ടും മാറ്റിവെക്കാൻ പാടില്ല. കാരണം ശുഭമായ കാര്യങ്ങളൊക്കെ ശുഭസ്യ ശീഘ്രം എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മൾ നടപ്പിലാക്കണം. പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നല്ല മുഹൂർത്തമുള്ളതിനാൽ അന്ന് തന്നെ അദ്ദേഹത്തെ യുവരാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യാമെന്ന് ദശരഥ മഹാരാജാവിന് തോന്നി. അദ്ദേഹം വേഗം തന്നെ ഗുരുവിനെ സമീപിച്ചു. വസിഷ്ഠ കുലഗുരുവിനോട് ആലോചിക്കാതെ അദ്ദേഹം ഒന്നും ചെയ്യില്ലല്ലോ. അപ്പം വേഗം തന്നെ കുലഗുരുവിനോട് പോയി പറഞ്ഞപ്പം അദ്ദേഹവും പറഞ്ഞു, ശരിയാണ്, നാളെ തന്നെ നമുക്ക് നടത്താം. അപ്പോഴ് ഭരതനും ശത്രുഘ്നും അവിടെ ഇല്ല. പക്ഷെ എന്നാലും അവരൊരുപാട് ദൂരെയാണ്. അവർ വരാൻ കാത്തിരുന്നാൽ വൈകിപ്പോകും, മുഹൂർത്തം കഴിഞ്ഞു പോകും. അതുകൊണ്ട് അവർ വരാൻ കാത്തിരിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. അപ്പം വേഗം തന്നെ പ്രധാനമന്ത്രിയായ സുമന്ത്രരെ വിളിച്ച് എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ, ഒരുപാട് ഒരുക്കങ്ങൾ ആവശ്യമുണ്ടല്ലോ, എല്ലാവരും ക്ഷണിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അലങ്കാരങ്ങള്, പുണ്യനദികളിലെ തീർത്ഥം കൊണ്ടുവരണമല്ലോ, സാമഗ്രികൾ വേണം. അതൊക്കെ പെട്ടെന്നാവും, രാജാവിന്റെ ആജ്ഞയല്ലേ, പെട്ടെന്ന് തന്നെ എല്ലാവരും അതൊക്കെ സംഭരിച്ചു, അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് പ്രധാനമന്ത്രിയോട് വസിഷ്ഠ മഹർഷി പറഞ്ഞു, പോയി ശ്രീരാമചന്ദ്രനെ കണ്ടിട്ട് അന്ന് രാത്രിയിൽ സീതാമനും സീതയും വ്രതമെടുക്കണം. വ്രതമെടുത്ത് ഉപവസിച്ചുകൊണ്ട് തറയിൽ കിടന്ന് അവരൊരു വ്രതം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുമന്ത്രർ പോയി ശ്രീരാമദേവന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അടുത്ത ദിവസം നല്ല മുഹൂർത്തത്തിൽ യുവ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങും സീതാദേവിയും ഇന്ന് വ്രതം എടുത്ത് ശുദ്ധമാടെ നാളെ രാവിലെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞിട്ട് പോയി. ഈ സമയത്ത് എന്തുണ്ടായി എന്നറിയാമോ? ശ്രീരാമചന്ദ്രന്റെ ജന്മോദ്ദേശം എന്താണ്? രാവണനെയും ബാക്കി രാക്ഷസന്മാരെയും വധിച്ച് ഭൂമിയുടെ ഭാരം കുറയ്ക്കുക, അതുപോലെ തന്നെ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ രക്ഷിക്കുക. ഇതാണ്. രാജാവായിട്ട് അയോധ്യയിൽ ഇരുന്നാൽ അത് നടക്കുമോ? ലങ്ക ഒരുപാട് ദൂരെയാണ്. അതുപോലെ വനത്തിലെല്ലാം ഒരുപാട് രാക്ഷസന്മാർ ഒരുപാട് അത്യാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവന്മാര് പറഞ്ഞു, ഇത് ശരിയാവില്ല. ഭഗവാൻ മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് ചിലപ്പോൾ മായ ഉണ്ടല്ലോ, മറന്നു പോവാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരദ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് വേഗം പോയിട്ട് ശ്രീരാമചന്ദ്രനെ അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നാരദ മഹർഷി ശ്രീരാമനെ കാണാൻ വന്നു. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി സ്വീകരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, രാമൻ അയോധ്യയിൽ ഇരുന്നാൽ നമ്മുടെ അവതാര ദൗത്യം നടക്കില്ല. അതുകൊണ്ട് അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നാളെ തന്നെ ഞാൻ വനത്തിൽ പോകും എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്തുണ്ടായി? കൈകേയിയുടെ, അതായത് ഭഗവാന്റെ ഉദ്ദേശങ്ങൾ, ഭഗവാന്റെ നിശ്ചയങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ എല്ലാവരും അതിനനുസരിച്ച് മാറ്റം വരും, എല്ലാവരിലും മാറ്റം വരും. അങ്ങനെ എന്തുണ്ടായി? കൈകേയിയുടെ ആയയും വളർത്തമ്മയുമായ ദാസിയും എല്ലാം ഓൾ ഇൻ വൺ ആയിരുന്ന മന്ധര നടന്നിങ്ങനെ വരുമ്പോൾ, കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് വരുമ്പോഴേ ആൾക്കാരെല്ലാം കൂടി നിന്നിട്ടൊരു ന്യൂസ് പറയണം. എന്താണ്? നാളെ ശ്രീരാമചന്ദ്രന്റെ യുവജനാഭിഷേകം ആണ് എന്ന്. യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് എൻ്റെ റാണി അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, വേഗം പോയി പറയട്ടെ എന്ന് പറഞ്ഞ്
അതായത് കൈകേയിയുടെ പുത്രനായ ഭരതനും പിന്നെ സുമിത്രയുടെ പുത്രനായ ശത്രുഘ്നും അവിടെ ഇല്ലതാനും. അതുകൊണ്ട് മന്ധരയുടെ മനസ്സിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് വേഗം പോയി കൈകേയിയോട് പറഞ്ഞു, ഇങ്ങനൊരു വാർത്ത കേട്ടു, നാളെ ശ്രീരാമചന്ദ്രനെ യുവരാജായിട്ട് അഭിഷേകം ചെയ്യാൻ പോണു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കൈകേയിക്ക് സന്തോഷമായി. കൈകേയിക്ക് വളരെ സന്തോഷമാണ്. ശ്രീരാമൻ എന്ന് വെച്ചാൽ പ്രാണസമാനമാണ് കൈകേയിക്ക്. അതുകൊണ്ട് കൈകേയി പറഞ്ഞു, മന്ധര ഇത്ര നല്ല വാർത്തയല്ലേ എനിക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഈ മാല സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് താൻ കഴുത്തിൽ അണിഞ്ഞിരുന്ന നല്ല മാല എടുത്ത് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് സന്തോഷമായിരുന്നു ആയിരിക്കും. എന്നെ ശ്രീരാമൻ എന്നെ എത്ര സ്നേഹമാണ്, ശ്രീരാമൻ രാജാവായാൽ നന്നായിരിക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ മന്ധര പറഞ്ഞു, നീ എന്തൊരു മണ്ടിയാണ്, നിനക്ക് ബുദ്ധി എന്ന് പറഞ്ഞതല്ലേ ലെവലേശമില്ല, നിന്റെ മകനല്ലേ രാജാവാകുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ മറന്നിട്ട് ഇപ്പൊ ശ്രീരാമനെയാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. നീ വെറും വേലക്കാരിയായിട്ട് ഇവിടെ തന്നെ കഴിയേണ്ടി വരും, നിന്റെ മകനും ശ്രീരാമന്റെ വേലക്കാരനായി തീരും, എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മന്ധര കൈകേയി അപ്പം വിചാരിച്ചു, ശരിയാണോ ഈ മന്ധര പറയണത് ശരിയാണോ? ആദ്യമൊക്കെ എതിർത്തെങ്കിലും കൈകേയിക്കും തോന്നി ശരിയായിരിക്കും ചിലപ്പം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മന്ധരയോട് ചോദിച്ചു, ഞാനിനി എന്താ ചെയ്യുക? അപ്പൊ പറഞ്ഞു, എന്ത് ചെയ്യാനോ, നിനക്ക് 2 വരം തരാന്ന് പറഞ്ഞിട്ടില്ലേ. പണ്ട് ദേവാസുര യുദ്ധം നടക്കുമ്പോ കൈകേയി പിന്നെ ദശരഥന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദശരഥന്റെ രഥത്തിൽ ഒരാണി ഊരിപ്പോയി. ഒരാണി പോയാൽ രഥം തന്നെ പോവും. അപ്പൊ കൈകേയി എന്ത് ധൈര്യസമേതം, കൈകേയിക്കൊരു വരമുണ്ട്, വിരല് ഒരിക്കലും മുറിയില്ല ഒന്നുകൊണ്ടെന്ന്. അതുകൊണ്ട് ആ വിരല് കയറ്റി വെച്ചിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചു. അപ്പൊ ദശരഥന് വളരെ സന്തോഷമായി. യുദ്ധം ജയിച്ചിട്ട് വന്നപ്പം കൈകേയിയോട് ചോദിച്ചു, നിനക്ക് 2 വരങ്ങൾ തരാം, എന്ത് വരങ്ങളാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ കൈകേയി പറഞ്ഞു, രാജാവേ എനിക്കിപ്പം വരങ്ങളൊന്നും ആവശ്യമില്ല, ഞാൻ ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം എന്ന് അന്ന് പറഞ്ഞിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം അതൊക്കെ കൈകേയി മറന്നുപോയി. പക്ഷെ മന്ധരയ്ക്ക് ഓർമ്മയുണ്ട്. മന്ധര പറഞ്ഞു, നോക്കൂ കൈകേയി, പെട്ടെന്ന് തന്നെ ആ 2 വരങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാമോ? ഭരതനെ രാജാവാക്കണം, ശ്രീരാമനെ 14 വർഷം വനവാസത്തിന് അയക്കണം എന്നാണ് വരം. അതുകൊണ്ട് നീ വേഗം ക്രോധാലയത്തിൽ കയറൂ, വളരെ കോപിഷ്ഠയായിട്ട് മുടിയൊക്കെ അഴിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിന്റെ ക്രോധാലയത്തിൽ പോയി കിടക്കൂ എന്ന് മന്ധര ഉപദേശിച്ചു. അതനുസരിച്ച് കൈകേയി എന്ത് ചെയ്തു? ക്രോധാലയത്തിൽ പോയി കയറി. ദശരഥ മഹാരാജാവ് അവിടെ വന്നു. വിവരം പറയാനായിട്ട് വന്നപ്പോ എന്താണ് കാണുന്നത്? കൈകേയി ഇങ്ങനെ കോപിഷ്ഠയായിട്ടിരിക്കുന്നു. മാത്രമല്ല ഈ 2 വരങ്ങൾ വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ദശരഥ മഹാരാജാവ് പതിവ് പോലെ വന്നു, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് 2 വരങ്ങൾ തരാൻ നമുക്ക് പറഞ്ഞിട്ടില്ലേ, ആ വരങ്ങൾ എനിക്ക് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ദശരഥ മഹാരാജാവ് ഒരു ആലോചനയില്ലാതെ എന്ത് വരമാണ് ചോദിക്കാൻ പോണമെന്ന് പോലും ചോദിക്കാതെ പറഞ്ഞു, ശരി, ഞാൻ നിനക്ക് ആവശ്യപ്പെടുന്ന വരങ്ങൾ തരാം എന്ന് വാക്കു പറഞ്ഞു. വാക്കു പറഞ്ഞാൽ പിന്നെ സത്യനിഷ്ഠനായ രാജാക്കന്മാർ മാറില്ല, വാക്ക് മാറാൻ പാടില്ല. അതുകൊണ്ട് വരം എന്താണ് വേണ്ടത്? ശ്രീരാമനെ 14 വർഷം കാട്ടിലയക്കണം, ഭരതനെ രാജാവാക്കണം. അപ്പൊ ദശരഥൻ പറഞ്ഞ, ഭരതനെ രാജാവാക്കാൻ ഒരു പ്രയാസവുമില്ല, അതിന് ശ്രീരാമൻ എന്തിനാണ് കാട്ടിൽ പോകുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ശ്രീരാമൻ കാട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ദശരഥ മഹാരാജാവ് ബോധരഹിതനായിട്ട് താഴെ വീണു. അപ്പൊ തന്നെ സുമന്ത്രര് പോയിട്ട് ശ്രീരാമനെയും കൂട്ടിക്കൊണ്ടുവന്നു, അച്ഛൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം കൈകേയി പറഞ്ഞു, അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുമെന്ന് പേടിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞു, ബോധരഹിതനായിട്ട്. അപ്പം ശ്രീരാമൻ അച്ഛൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, അച്ഛ എന്തിനാണ് പേടിക്കുന്നത്? അച്ഛൻ്റെ സത്യം ഞാൻ പാലിക്കും. അച്ഛനെ അനുസരിക്കുക എന്നുള്ളത് പുത്രന്റെ ധർമ്മമാണ്. അച്ഛനെ അനുസരിക്കാത്ത പുത്രനേ അല്ല. അതുകൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇത് 14 വർഷം പെട്ടെന്ന് അങ്ങ് പോവില്ലേ, എന്തിനാണ് വിഷമിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടൊന്നും ദശരഥ മഹാരാജന്
യാതൊരു സന്തോഷം ഉണ്ടായില്ല. ലക്ഷ്മണനാണെങ്കിൽ ദേഷ്യമൊക്കെ വന്നു, പക്ഷെ മിണ്ടരുതെന്ന് ശ്രീരാമൻ പറഞ്ഞതുകൊണ്ട് മിണ്ടാതിരുന്നു. അപ്പൊ വേഗം തന്നെ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് ശ്രീരാമൻ വിവരം പറയണമല്ലോ, അതിന് പോയി. അവിടെ ചെന്നപ്പോൾ കൗസല്യ മകന് വേണ്ടിയിട്ടുള്ള ഹോമം ഒക്കെ ചെയ്ത് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം മകൻ ചെന്നപ്പം വിശക്കുന്നുണ്ടോ മകനെയും ചോദിച്ചപ്പോൾ അമ്മ ഇപ്പം എനിക്ക് കഴിക്കാനൊന്നും സമയമില്ല, എനിക്ക് ഇപ്പം തന്നെ വനവാസത്തിന് പോകണം എന്ന് പറഞ്ഞു. വനവാസത്തിനോ? അതേ, കൈകേയി അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വരപ്രകാരം ഞാൻ ഇപ്പം തന്നെ വനവാസത്തിന് പോകണം എന്ന് പറഞ്ഞു. ഇത് കേട്ടു നിന്ന ലക്ഷ്മണൻ ക്ഷുഭിതനായിട്ട് പറഞ്ഞു, അച്ഛൻ പ്രായമായ ആളാണ്, വൃദ്ധനാണ്, ഓർമ്മയൊന്നുമില്ല, ശ്രീജിതനാണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും. അപ്പോൾ ശ്രീരാമൻ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, അച്ഛൻ വളരെ ശ്രേഷ്ഠനായ ആളാണ്, അദ്ദേഹം സത്യം പാലിക്കപ്പെട്ടില്ലെങ്കിലോ എന്ന് മാത്രം പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, ഞാനും കൂടി അങ്ങയുടെ കൂടെ വനത്തിൽ വരും. അപ്പൊ ശ്രീരാമനില്ലാതെ ലക്ഷ്മണന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ശ്രീരാമൻ അത് സമ്മതിച്ചു. അത് കഴിഞ്ഞ് സീതാദേവിയോട് വിവരം പറയാനായിട്ട് സീതയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കണ്ടപ്പോൾ സീത പറഞ്ഞു, രാമനുള്ളിടത്താണ് സീത ഇരിക്കുന്നത്, സീതയ്ക്ക് രാമനില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു, കാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് രാക്ഷസന്മാരുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, അപ്പൊ നിനക്ക് ബുദ്ധിമുട്ടാവും. അതൊന്നും എനിക്ക് സാരമില്ല, എൻ്റെ രാമൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാനും കൂടി വന്നേ തീരൂ എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേരും കൂടെ വീണ്ടും ദശരഥ മഹാരാജനെ കാണാനായിട്ട് കൈകേയിയുടെ കൊട്ടാരത്തിൽ പോയി. അവിടെ ചെന്നപ്പം കൈകേയി അവർക്ക് ധരിക്കാനായിട്ട് പട്ടുവസ്ത്രങ്ങളൊക്കെ മാറ്റി എല്ലാം അവരുടെ സർവ്വസമ്പത്തുകളും അവർ ദാനം ചെയ്തു. പിന്നെ സീതാദേവിയും സകല സമ്പത്തും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം ദാനം ചെയ്തു. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ വനത്തിന് പോകുന്നത്. എന്നിട്ട് അവര് പിന്നെ എന്താണ്, മരവുരിയാണ് ഡ്രസ്സ്, മരവുരി ഉടുത്തിട്ട് വേണം വനത്തിന് പോകാൻ. അപ്പം അവര് മരവുരി ഉടുത്ത് കണ്ടപ്പോഴത്തേക്കും പ്രജകളും വസിഷ്ഠ മഹർഷി പോലും സങ്കടം കൊണ്ട്, അരുന്ധതി ദേവിയും എല്ലാം സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങും. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഇല്ല, അച്ഛനോട് യാത്ര പറഞ്ഞിട്ട് വേഗം പോവാം, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ദശരഥ മഹാരാജ പറഞ്ഞു ഇവരെ തേരിൽ കയറ്റി വനത്തിന്റെ അതിർത്തി വരെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ സുമന്ത്രന്റെ തേരിൽ കയറി ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും പോകുമ്പോൾ ദശരഥ മഹാരാജാവ് സങ്കടം സഹിക്കാതെ രാമ ലക്ഷ്മണ സീതേ എന്ന് പറഞ്ഞ് പുറകെ ഓടാൻ തുടങ്ങും, ഭ്രാന്ത് പിടിച്ചതുപോലെ. പക്ഷേ ഒരുപാട് ബോധശൂന്യനായിട്ട് വീണപ്പം ആൾക്കാരെല്ലാരും കൂടെ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ശ്രീരാമൻ പോകുന്ന കണ്ടപ്പം അയോധ്യാവാസികൾ പറഞ്ഞു, രാമനില്ലാത്ത അയോധ്യ ഞങ്ങൾക്ക് കാടാണ്, രാമനുള്ള കാട് ഞങ്ങൾക്ക് അയോധ്യയാണ്, ഞങ്ങളും വരുന്നു. ആബാലവൃദ്ധം ജനങ്ങളും ഈ തേരിന്റെ പുറകെ നടക്കാൻ തുടങ്ങി. നടന്ന് കുറേ ദൂരം പോകുമ്പം അവര് തമസാ നദിയുടെ തീരത്തെത്തും. തമസാ നദിയുടെ തീരത്താണ്, അവിടെ വരെയാണ് അയോധ്യയുടെ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ കാട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടം വരെ എത്തിയപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, എല്ലാവരും ക്ഷീണിച്ച് തളർന്ന അവശരായി, എല്ലാവരോടും കിടന്നുറങ്ങാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമൻ അവരെല്ലാവരും ക്ഷീണിച്ചുറങ്ങുന്ന സമയത്ത് ശ്രീരാമൻ സുമന്ത്രരോട് പറഞ്ഞു, നീ ഉണർന്നാൽ പിന്നെ നമ്മളെ അവർ വിടില്ല, അതുകൊണ്ട് ഈ രാത്രി തന്നെ നമ്മൾ നേരെ ആദ്യം കുറച്ചു ദൂരം അയോധ്യയുടെ ഭാഗത്തേക്ക് രഥം പോകണം, എന്നിട്ട് മറ്റേ വഴി കൂടെ നമുക്ക് ഗംഗാതീരത്തേക്ക് പോകാം, അവിടുത്തെ വനത്തിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അവര് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കയറിയ തേര് സുമന്ത്രർ കരഞ്ഞുകൊണ്ടാണ് ഓട്ടിക്കുന്നത്. കരഞ്ഞുകൊണ്ട് ഓട്ടിച്ച് ഗംഗാനദിയുടെ തീരത്തെത്തി. അവിടെ ഇനി എന്തുണ്ടായി നമ്മ നാളെ പറഞ്ഞുതരാം. സായിരാം.